ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട വിവിധ സിനിമകളുടെ ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് മിറാഷ് എന്ന ആസിഫ് അലി സിനിമയുടെ കളക്ഷനാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ ആകെ കേരള കളക്ഷൻ 6 കോടി പിന്നിട്ടിരിക്കുകയാണ്. വരുന്ന ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന സിനിമ അങ്ങനെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. സിനിമ തിയേറ്ററുകളിലെ വിജയമായി എന്നൊരു റിപ്പോർട്ട് ഇനിയും ലഭ്യമല്ല. കൃത്യമായ ബഡ്ജറ്റ് ലഭ്യമല്ലാത്ത സിനിമയുടെ വേൾഡ് വൈഡ് കൃത്യമായ കളക്ഷനും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ബൾട്ടി എന്ന സിനിമ തിയേറ്ററുകളിലെ 20-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ കേരള കളക്ഷൻ കൃത്യമായിട്ട് പുറത്തു വരുമ്പോൾ 8 കോടി 76 ലക്ഷം രൂപയാണ് സിനിമയുടെ കേരള കളക്ഷൻ. 9 കോടി കേരള ഗ്രോസിലേക്ക് ഉടനെ കടക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 10 കോടി കളക്ഷൻ കടന്നിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബോളിവുഡിൽ നിന്നും 60 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് സണ്ണി സംസ്കാരിക്ക് തുളസി കുമാരി. സിനിമയുടെ ആകെ വേൾഡ് വൈഡ് കളക്ഷൻ 80 കോടിയിലേക്ക് അടുക്കാനായിട്ട് ഒരുങ്ങുന്നതേ ഉള്ളൂ. സിനിമ തിയേറ്ററുകളിൽ ഏറെക്കുറെ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഈ മാസം ആദ്യം ഒക്ടോബർ 1 തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണ് ധനുഷിന്റെ ഇടലിക്കടൈ. ധനുഷ് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് എത്തിയ കുബേരയ്ക്ക് ശേഷമുള്ള ധനുഷ് സിനിമ അങ്ങനെ തിയേറ്ററുകളിൽ വിജയിക്കാതെ പോകുകയാണ്. സിനിമയുടെ ആകെ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും 70 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. തമിഴ്നാട് കളക്ഷൻ 50 കോടി രൂപ പോലും ഇതുവരെ കടന്നിട്ടില്ല. സിനിമ തിയേറ്ററുകളിലെ പരാജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ധനുഷ് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് എത്തിയ 3 സിനിമകളിൽ 2 സിനിമകളും പരാജയം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച മലയാളത്തിൽ നിന്ന് 3 സിനിമകൾ എത്തിയിരുന്നു. 3 സിനിമകളും മോശമല്ലാത്ത അഭിപ്രായങ്ങൾ നേരിടുത്തു എന്നാണ് അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. 3 മലയാളം ചെറിയ സിനിമകളുടെയും കളക്ഷൻ കണക്കുകൾ വന്നിരിക്കുന്നു. പ്രൈവറ്റ് എന്ന സിനിമ ഇന്ദ്രൻസിന്റെ സിനിമയാണ്. ചിത്രം 8 ലക്ഷം രൂപയാണ് 4 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന 4 ദിവസത്തെ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അവിഹിതം എന്ന സിനിമയാണ്. 30 ലക്ഷം രൂപയാണ് സിനിമയുടെ 4 ദിവസത്തെ കേരള കളക്ഷൻ. അതേസമയം ഫെമിനിച്ചി ഫാത്തിമ എന്ന മറ്റൊരു മലയാളം സിനിമയുടെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 18 ലക്ഷം രൂപയാണ് സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ. ഇനി അവസാനമായിട്ട് കന്നഡ സിനിമ കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ഇന്ന് 13-ാം ദിവസവും സിനിമയ്ക്ക് 71 ലക്ഷത്തിലേറെ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്ന് 1 കോടിയിലേറെ കേരള ഗ്രോസ് ഇപ്പോൾ തന്നെ ഉറപ്പിക്കപ്പെട്ട കാന്താര 2ാം ഭാഗം അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ ഇന്നത്തോടെ 45 കോടി 50 ലക്ഷത്തിലേക്ക് കേരള ഗ്രോസ് അടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ തിങ്കളാഴ്ചത്തേതിന് സമാന കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കാന്താര 2ാം ഭാഗത്തിന്റെ ആകെ 13 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നത്തോടെ 655 കോടിയിലേക്ക് എത്തപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 8 സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമകളുടെ കളക്ഷൻ കണക്കുകൾക്ക്.